ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അൽബേനിയയിൽ ചെന്നിട്ടുള്ള സെക്കൻഡ് ഡേയിലെ ബ്ലോഗാണ് കേട്ടോ ഇത്. നമ്മൾ തിരാനയിലായിരുന്നു ഫസ്റ്റ് ഡേ തങ്ങിയത്. അവിടുന്ന് സറാണ്ടയിലേക്ക് പോകുന്ന ദിവസത്തെ വഴികളും അവിടുത്തെ വഴിയോര കാഴ്ചകളും നല്ല ഭംഗിയുള്ളൊരു നാടാണ് കേട്ടോ. മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു നാടാണ് അൽബേനിയ. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ പോയ സമയത്തെന്ന് പറഞ്ഞാൽ ഒരു 30 തൊട്ട് 38 ഡിഗ്രി വരെ ആയിരുന്നു കേട്ടോ ഇവിടുത്തെ ടെമ്പറേച്ചർ. നല്ല ചൂടുള്ള സമയത്തായിരുന്നു നമ്മൾ പോയത്. ജൂൺ വരെ ടെമ്പറേച്ചർ വെതറൊന്നും കുഴപ്പമില്ല എന്നൊക്കെ കേട്ടിട്ടായിരുന്നു പോയത്. പക്ഷെ നല്ല അത്യാവശ്യം ചൂടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കൂൾ ബാർ കഫേ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തിയേക്കാന്ന് വിചാരിച്ചു. അവിടെ ഒരു പ്രൈവറ്റ് ബീച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പുഴ പോലെ ഒഴുകുന്നുണ്ട്. അതിന് ഒട്ടും തന്നെ ആഴമില്ല. നമ്മുടെ ഒരു കണങ്കാലിന് മേളിലേക്കൊക്കെ ഒരു ആഴമുള്ളൂ. അപ്പോൾ അതിനകത്തൊക്കെ ആൾക്കാർ ഇറങ്ങി ജസ്റ്റ് ചെറിയൊരു ഒഴുക്ക് പോലെ ഉണ്ട്. അപ്പോൾ ഒഴുക്കിൽ നമ്മൾ കിടന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോകും. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഇറങ്ങുന്നൊക്കെ കണ്ടപ്പോൾ നമ്മളോട് ഒന്ന് പോയി ഇറങ്ങിയേക്കാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പുഴയുടെ നടുക്കായിട്ട് ചെറിയ കുഞ്ഞൊരു ഐലൻഡ് പോലെ ഉണ്ട്. അതെന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ബീച്ച് പോലെ. നമുക്ക് അവിടെ വേണമെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ വേറെ എക്സ്ട്രാ പേ ചെയ്യണം. ഇവിടെയുള്ള കഫേയിൽ തന്നെയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ആ ഒഴുകി വരുന്നത് പൊട്ടത്തേങ്ങയല്ല, എൻ്റെ തലയാണ്. ഈ സമയത്തൊക്കെ ഇനി ആരെങ്കിലും വെക്കേഷൻ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ട് ഇരിപ്പുണ്ടെങ്കിൽ നന്നായിട്ട് സൺസ്ക്രീനും വെയിലിനെ തടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ കൊണ്ടുപോട്ടോ. കരിഞ്ഞ് പണ്ടാറടങ്ങിയാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അൽബേനിയയുടെ ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ പോർഷൻ പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് അടുത്തൊരു കോർണറിലേക്കാണല്ലോ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല സീനിക് ആയിട്ടുള്ള ഡ്രൈവാണ്. അതുപോലെ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഡ്രൈവും കൂടെ ആയിരുന്നു കേട്ടോ. നിറച്ച് ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലപോലെ സൂക്ഷിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡഡ് ആണ്. കാറൊക്കെ റെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് വരുന്നവരാണെങ്കിൽ നമ്മൾ വരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ UK എന്നാണ് നമ്മൾ വന്നത്. വരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ എവിടുന്നാന്ന് വെച്ചാൽ അവിടെ നിന്ന് റെൻ്റ് കാറിനുള്ള ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വന്നാൽ മതി. എയർപോർട്ടിൻ്റെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും കാർ കമ്പനിയിൽ നിന്ന് കാർ ബുക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പോകണ വഴിക്ക് അത് പിക്കപ്പ് ചെയ്തിട്ട് പോകാം. അഫോർഡബിൾ ആയിട്ടുള്ള രീതിക്ക് നമുക്ക് അന്നേരം കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഷുറൻസ് കൂടെ എടുത്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് പരിചയം ഉണ്ടായില്ല. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് പരിചയമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും കുറച്ച് റിസ്കി ആയിട്ടുള്ള റോഡൊക്കെ ആയതുകൊണ്ട് ഇൻഷുറൻസ് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവരുടെ ഇൻഷുറൻസ് എടുക്കാനായിട്ട് നിർബന്ധിക്കും. അപ്പോൾ നമുക്ക് കയ്യിലുണ്ടെന്ന് നമുക്ക് ബലമായിട്ട് പറയുവാണെങ്കിൽ, കാരണം സ്ക്രാച്ചിനും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആവും. അപ്പം നമ്മളങ്ങനെ തട്ടാതെ മുട്ടാതെ സൂക്ഷിച്ച് കൊണ്ടുപോകേണ്ടി വരും. അത്ര പോസിബിലിറ്റി ഇല്ല. അത്ര UK പോലെ അത്ര സേഫ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് അല്ല. കുറച്ചും കൂടെ ഡേഞ്ചറസ് ഡ്രൈവിംഗ് ആണ്. നാട്ടിലെ പോലെ ആയിട്ട് സാമ്യമുള്ള രീതിക്കുള്ളൊരു ഡ്രൈവിംഗ് ഒക്കെയാണ് ഇവിടെ. അപ്പം നമ്മൾ കാറ് റെൻറ്റിന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടാതെ മുട്ടാതെ സൂക്ഷിച്ച് തിരിച്ചുകൊണ്ടെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇനി നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് പോകാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനുകളും തമ്മിൽ ലിങ്ക് ഉള്ളൊരു സ്ഥലവും കൂടെയാണ് അൽബേനിയ. ഇവിടുന്ന് ചെറിയ ചെറിയ വാനുകൾ ട്രിപ്പ് അടിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അത്യാവശ്യം പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ റിലേ ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എത്താൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കുള്ള അട്രാക്ഷൻസ്, ബസ് നിർത്താത്ത സ്പോട്ടുകളിലുള്ള അട്രാക്ഷൻസ് എവിടെയെങ്കിലും ഇറങ്ങി കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് കാറ് റെൻറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ് റെൻറ്റ് ചെയ്യുന്നത് തന്നെയായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എണീക്കും, ഇഷ്ടമുള്ള സമയത്ത് പോവുകയൊക്കെ ചെയ്യാം. നമ്മൾ ബസ്സിനാകുമ്പോൾ അതിൻ്റെ ടൈം അനുസരിച്ച് നോക്കി എഴുന്നേക്കും. അതനുസരിച്ച് നമ്മുടെ പ്ലാനിങ്ങൾ ചെയ്യേണ്ടി വരും. പകലൊക്കെ ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിസ്ക്കിയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, വെയിലും ചൂടും കാരണം നമ്മൾ നന്നായിട്ട് പൊള്ളാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആൾക്കാരൊക്കെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. സോളോ ട്രാവലേഴ്സിനും ഗേൾസായിട്ട് സോളോ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ആൾക്കാരൊക്കെ വളരെ മാന്യമായിട്ടുള്ള ഇടപെടലാണ്. അപ്പം നമ്മുടെ അൽബേനിയൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 days ആയിരുന്നു കേട്ടോ. അത് പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. നമ്മുടെ എയർബിഎൻബി നമ്മൾ പല സ്ഥലങ്ങളിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അത് പലതിനും പല റേറ്റാണ്. റൂറലായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ചെന്ന് റേറ്റ് കുറവാണ്. സിറ്റി സ്പോട്ടുകൾ, അതുപോലെ നമ്മളിപ്പോൾ പോകുന്ന സറാണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബീച്ച് ആയിട്ടുള്ള പ്ലേസാണ്. അവിടെയൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ UK വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അഫോർഡബിൾ ആണ് റെൻറ്റും കാര്യങ്ങളൊക്കെ. പല സ്ഥലങ്ങളായിട്ട് ഞാൻ എടുത്ത വീഡിയോ പല ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ തിരാനയിൽ ഒരു 1 day സ്പെൻഡ് ചെയ്തത് ഡേ നൈറ്റ്, അതുപോലെ തന്നെ നമ്മൾ ബീറട്ടിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ.
നമ്മൾ ഈ ട്രിപ്പിലെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഈ മലകളുടെ ഹെയർ പിന്നുകളുടെ ഒക്കെ ഒരു ഒറിജിനൽ രൂപം മോളിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ എത്ര ഭംഗിയായിരിക്കുന്നു. മലയും കുന്നും കാടും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻലി ഇത്തവണ സിറ്റി ടൂർ ആയിരുന്നു കേട്ടോ നടത്തിയത്. ശരിക്കും പറഞ്ഞ ഒരു തവണ കൂടി ഈ ഒരു രാജ്യത്തേക്ക് തിരിച്ചു വരണം നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പർവ്വത നിരകൾ മാത്രമുള്ള ഒരു ഏരിയ കൂടെ ഉണ്ട് ഈ നാടിന്. ആൽബേനിയൻ ആൽപ്സ് പൊതുവെ എല്ലാവരും പോവാറുള്ള ഒരു സ്ഥലമാണ്. ഹൈക്കിങ്ങിന് ദ ബെസ്റ്റ് പ്ലേസ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ രാജ്യത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണമെന്നാണ് ആഗ്രഹം. ആൽബേനിയൻ ആൽപ്സ് നല്ലൊരു ഹൈക്കിംഗ് ട്രിപ്പായിട്ട്. അപ്പം നമ്മളെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ മലയും കുന്നും ഒക്കെ കഴിഞ്ഞ് ഒരു സിറ്റി വ്യൂവിലേക്ക് വന്ന് കയറി കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ സറാണ്ട് എത്തി. ഇതാണ് നമ്മുടെ ഫൈനൽ പോയിന്റ്. ഇനി 2 ദിവസത്തേക്ക് നമ്മുടെ സ്റ്റേ ഇവിടെ തന്നെയാണ് കേട്ടോ. കുറച്ചൊരു കുന്നിന്റെ പൊക്കത്തായിട്ടാണ് നമ്മുടെ ഇത്തവണത്തെ അക്കോമഡേഷനിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. സീയുടെ കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ, അതാണ് മെയിൻ ആയിട്ടുള്ള സാറാണ്ടെ ബീച്ച്. ആ ബീച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ നമുക്കിപ്പോൾ കാണുന്നത്. രാത്രിയിലത്തെ വ്യൂ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളിയാണ് രാത്രിയിലത്തെ വ്യൂ കാണാനായിട്ട്. കുറേ മലകളുടെ ഇടയ്ക്കായിട്ട് കടൽ ഒഴുകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ അക്കോമഡേഷനിൽ കൊണ്ട് നമ്മുടെ ബാഗ് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയേക്കാം കേട്ടോ. ഫുഡ് കഴിക്കണം. ഒരു ലോങ് ജേർണി ആയതുകൊണ്ട് ഇടയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഇവിടെ മെക്ഡിയും KFC ഒക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അന്വേഷിച്ചില്ല. അത് നമ്മൾ UK ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടല്ലോ. വേറെ രാജ്യത്ത് വന്ന സ്ഥിതിക്ക് ആ രാജ്യത്തിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം കഴിക്കാമെന്നുള്ള ഒരു എയിമിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് കേട്ടോ. ഫുഡിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ കുളിച്ച് ഫ്രഷപ്പ് ആയി പിന്നെ ഒന്നുകൂടെ ഈ സിറ്റിയിലേക്ക് തന്നെ ഇറങ്ങണം എന്നാട്ടോ പ്ലാന്. ഇവിടുത്തെ നൈറ്റ് വൈബ് കാണാനായിട്ട്. അത് പറയാതിരിക്കാൻ വയ്യ. നൈറ്റ് ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെ. മുന്നോട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.